സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. ജൂലൈ 31 വരെ ആഴക്കടൽ മീൻപിടുത്തം പൂർണ്ണമായി സ്തംഭിക്കും. യന്ത്രവൽകൃത ബോട്ടുകൾ ഇനിയുള്ള 52 ദിവസം മത്സ്യബന്ധനം നടത്തില്ല. ട്രോളിംഗ് നടപ്പാക്കുന്നതിനായുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇതര സംസ്ഥാന ബോട്ടുകൾ തീരം വിട്ടുപോകാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷമീർ, ഇത്തവണ ഈ ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ എന്തെല്ലാമാണ്? ഹർഷൻ, 52 ദിവസത്തെ നിരോധനമാണ് ഇത്തവണ ആരംഭിക്കുന്നത്. ഇന്ന് രാത്രി 12 മണിയോടുകൂടി തന്നെ നീണ്ടകര തുറമുഖത്തിന് താഴെയുള്ള പാലത്തിൽ ചങ്ങല ബന്ധിക്കുന്നതോടുകൂടിയാണ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിക്കുന്നത്. ഇപ്പോൾ കടലിലുള്ള എല്ലാ ബോട്ടുകളും തന്നെ തിരിച്ച് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഹാർബറുകളിലേക്ക് എത്തും. ഇതിനുശേഷം വിപണനം 2 ദിവസം കൂടി നടത്താനൊരു അനുമതി ഇത്തവണ നൽകിയിട്ടുണ്ട്. ഇതര സംസ്ഥാന ബോട്ടുകളൊക്കെ തന്നെ തീരം വിട്ടു പോകാൻ തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബോട്ടുകളാണ് കൂടുതലായും നമ്മുടെ തീരത്ത് മത്സ്യബന്ധനം നടത്തുന്നത്. ആ ബോട്ടുകളൊക്കെ തന്നെ തീരം വിട്ടു പോകാനായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് തന്നെ എല്ലായിടങ്ങളിലും സംസ്ഥാനത്തിൻ്റെ എല്ലാ തുറമുഖങ്ങളിലും അഡീഷണലായി 3 ബോട്ടുകൾ മറൈൻ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡിൻ്റെയും അതുപോലെ തന്നെ തീരദേശ പോലീസിൻ്റെയും 3 ബോട്ടുകൾ അഡീഷണലായി അനുവദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നിരോധന കാലയളവിൽ സൗജന്യ റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ക്ഷേമനിധിയിലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ മത്സ്യത്തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം അവർക്ക് സൗജന്യ റേഷൻ എന്നതിലുപരി സാമ്പത്തിക സഹായവും കൂടി നൽകണം എന്നൊരാവശ്യം, ഈ കാലയളവിൽ നൽകണമെന്നൊരു ആവശ്യം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഈ നിരോധന കാലയളവിന് മുന്നേ തന്നെ ഡീസലിനടക്കം വലിയ ക്ഷാമം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ പമ്പുകളിൽ, അതായത് മത്സ്യത്തൊഴിലാളികൾ ഇന്ധനമടിക്കുന്ന പമ്പുകളിൽ തന്നെ മിനിമം 250 ലിറ്റർ മാത്രം കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ അവർക്ക് ഉൾക്കടലിലേക്ക് പോയി മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. 7 ദിവസവും 6 ദിവസവും ഒക്കെ തന്നെ പോകുന്ന ബോട്ടുകൾക്ക് പരമാവധി 2 ദിവസം മാത്രമൊക്കെ പോയി മടങ്ങിയെത്തേണ്ട സാഹചര്യം പോലും മേഖല അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ തൊഴിൽ ദിനങ്ങൾ അവർക്ക് കുറവായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം അവരെ വലിയ രീതിയിൽ ബാധിച്ചു. അതുകൊണ്ട് തന്നെ വറുതിയുടെ ഒരു കാലമാണ് ഇനി മത്സ്യമേഖലയ്ക്ക് എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് 52 ദിവസത്തെ നിരോധന കാലയളവ് അത് പുനഃപരിശോധിക്കണമെന്നൊരാവശ്യം കൂടി അവർ മുന്നോട്ട് വെച്ചു. പക്ഷേ അതൊന്നും സർക്കാർ അംഗീകരിച്ചില്ല. പിന്നീട് മറ്റൊരു കാര്യം, മത്സ്യങ്ങളുടെ ചെറു മത്സ്യങ്ങളുടെ പ്രജനനകാലം ജൂൺ മാസമല്ല, പകരം ജാനുവരി, ഫെബ്രുവരി മാസങ്ങളിലേക്ക് നിരോധനം നടപ്പാക്കിയാൽ അത് ബുദ്ധിമുട്ടുണ്ടാകില്ല തുടങ്ങിയ ആവശ്യങ്ങളും മത്സ്യമേഖല ഇത്തവണ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ അതെല്ലാം തന്നെ അവർ ആലോചിക്കാമെന്ന് പറയുന്നത് അപ്പുറത്തേക്ക് കാലാകാലങ്ങളായി ജൂൺ മാസത്തിലാണ് ഈ നിരോധനം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും നിരോധനം ജൂൺ മാസത്തിൽ തന്നെ, ജൂലൈ 31 വരെ ഈ നിരോധനം നിലനിൽക്കും. എല്ലാ ഹാർബറുകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടക്കും. നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും. ഒപ്പം തന്നെ ആശ്വാസകരമായ ഒരു കാര്യം, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഇതൊരു ഉത്സവകാലം കൂടിയാണ്. കാരണം പരമ്പരാഗത മത്സ്യബന്ധന ഹാർബറുകൾ കൂടുതലും സജീവമാകുന്നത് ഈ ട്രോളിംഗ് നിരോധന കാലയളവിലാണ്. നമുക്ക് കൊല്ലം ജില്ലയെ അപേക്ഷിച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ പരമ്പരാഗത മത്സ്യബന്ധന ഹാർബറുകളുള്ള ജില്ല കൂടിയാണ് കൊല്ലം. വാടി, മൂതാക്കര, അതുപോലെ തന്നെ ജോനാഗാപുരം തുടങ്ങിയ മത്സ്യബന്ധന ഹാർബറുകളിലേക്ക് കൂടുതൽ പരമ്പരാഗത മത്സ്യബന്ധന ബോട്ടുകൾ എത്തും. ആ ബോട്ടുകളിൽ കൂടുതൽ മത്സ്യം അവർക്ക് ലഭിക്കും. ഉപരിതല മത്സ്യബന്ധനത്തിന് എന്തായാലും നിരോധനമില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ചെറു ബോട്ടുകൾ കടലിലേക്ക് ഇറങ്ങി അവരുടെ കടം തീർക്കേണ്ട ഒരു കാലഘട്ടം, അവർ കൂടുതൽ മത്സ്യങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന് വിപണനം നടത്തുന്നതോടുകൂടി ചെറുകിട മത്സ്യബന്ധന ഹാർബറുകൾ കൂടുതൽ സജീവമാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ട്രോളിംഗ് നിരോധന കാലയളവ്. ഈ സമയങ്ങളിലാണ്, ഈ നിരോധന കാലയളവിൻ്റെ സമയങ്ങളിലാണ് ഈ ബോട്ടുകൾ, വലിയ ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികളും ഒപ്പം തന്നെ മറ്റ് പ്രവർത്തനങ്ങളും അവർ നടത്തുന്നത്. എന്തായാലും ഈ യാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് പലിശരഹിത വായ്പ സർക്കാർ നൽകണമെന്നൊരാവശ്യം കൂടി മേഖല ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇത്തരമൊരു സാഹചര്യത്തിൽ പലിശരഹിത വായ്പ കൂടി നൽകുന്ന നിലയ്ക്കുള്ള ഒരു ആലോചന ഉണ്ടാവണമെന്നുള്ള ആവശ്യം അവർ ഉന്നയിച്ചതടക്കമുള്ള വിവരങ്ങളാണ് ഷമീർ അബ്ദുൾ നൽകിയത്.